ഏത് വർഷമായിരുന്നു നടക്കിയിരുന്നത്? 1988. ഇതിനു മുമ്പ് ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നു. എന്താണ് എൻ്റെ പേര്? ശിവൻകുട്ടി. ഒറ്റക്കൊമ്പ ശിവൻകുട്ടി. വലിയ ആനയായിരുന്നല്ലേ? അത് 87 ഫെബ്രുവരി 4-ാം തീയതിയാണ് ചരിഞ്ഞത്. ശരിയാണ്. ഇത് പിന്നെ നടക്കിയിരുന്നത് 88 അവസാനത്തെ വർഷം. ഇവനെ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ എത്ര ഉണ്ടായിരുന്നു ഈ ആന? കൊണ്ടുവരുന്നത് ചെറുതായിരുന്നു, ഇതിന് പകുതിയോളം ഉള്ളായിരുന്നു. ഈ ആനയുടെ കാര്യങ്ങളിൽ നിങ്ങൾ നാട്ടുകാരുടെ ഒരു ശ്രദ്ധ, നിങ്ങളുടെ അതിൻ്റെ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ട്? ആനക്കാര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ശ്രദ്ധ വേണ്ട. കാര്യം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായമുണ്ട്. പിന്നെ ഈ നാട്ടിലുള്ള എല്ലാ വീടുകളിലും പോയിട്ടാണ് ഈ ഓലയെല്ലാം എടുക്കുന്നത്. പിന്നെ അല്ലാതെ ദേവസ്വം ബോർഡ് ആരും മാറി വരുന്ന മാനേജർമാർ അവരുടെ കഴിവനുസരിച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് ദിവസേനയുള്ള ഓലകളും എല്ലാം വെട്ടി കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ടെല്ലാ കാര്യം നടക്കുന്നുണ്ട്. പിന്നെ ഓരോ ആൾക്കാർ ഇതിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഫുഡ് അതുണ്ട്. എന്നുമില്ല വല്ലപ്പോഴൊക്കെ. ഈ ക്ഷേത്രം എന്ന് വെച്ചാൽ 8 കരകൾ ഉൾപ്പെടുന്നൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഓരോ കരയിലും ഓരോ ദിവസം തീറ്റയ്ക്കായിട്ട് അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. 8 കരയിലേക്കും പോകാറുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങളൊരു ആന കമ്മിറ്റി പോലൊക്കെ രൂപീകരിച്ചെടുത്തിട്ടുണ്ട്. തൃക്കടവൂർ രാജു എന്ന് പറയുന്ന ഒരു ആന എൻ്റെ ഒരു അഭിപ്രായത്തിലേ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇരുന്ന കേരളം മുഴുവൻ ഇതിനകം പേരുണ്ടായേനെ. ഈ ആനയ്ക്ക് ഇതിന് അർഹിക്കുന്നൊരു പേര് പുറത്ത് കേരളം മുഴുവൻ അറിയുന്നില്ല എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇതാണ് ദൃശ്യ മാധ്യമങ്ങളുടെ ഒരു കവറേജിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ ഈ E411 എന്നുള്ള പരിപാടി വന്നതോടും മുതൽ കേരളത്തിലെ ആനകളെ കുറിച്ച് നല്ലൊരു പക്ഷെ അത് ഈ ആന പുറത്തേക്ക് ചെന്നാലല്ലേ അവന് ആ ഒരു പേര് കിട്ടത്തുള്ളൂ. പക്ഷെ അത് ഇതുവരെ ശ്രദ്ധിക്കപ്പെടാതെ പോയത് കൊണ്ടാണ്. പക്ഷേ തെക്കൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആന തന്നെയാണ്. അല്ല, അത് മാത്രം ഈ ആനയെ കൊണ്ട് സാധാരണ ഈ ദേവസ്വം അമ്പലങ്ങളിൽ മാത്രമേ കൂടുതലും പോകുന്നുള്ളൂ. അപ്പം ഈ ഇവിടെയുള്ള അമ്പലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇതിനെ കൊണ്ടുപോകുന്നത്. അപ്പം അതിൻ്റെ അത്രേ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരുപാട് പ്രൈവറ്റ് ആൾക്കാരുടെ ആന ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പരിധിയിലുള്ള അമ്പലങ്ങളിൽ മാത്രമേ ദേവസ്വോത്സവങ്ങളുള്ളപ്പോൾ അതിന് മാത്രമേ പോകാറുള്ളൂ. അനേക ദശകങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ ആനപിടുത്തം നിരോധിക്കപ്പെട്ടുവെങ്കിലും ആനപിടുത്തത്തിനായി കാടുകളിൽ പണ്ട് ഉണ്ടാക്കിയിരുന്ന വാരിക്കുഴികളിൽ അപൂർവമായിട്ടെങ്കിലും ചില ആനകൾ വീഴാറുണ്ട്. അധികവും ആനക്കുട്ടികൾ. കരച്ചിലും ബഹളവുമായി ആനക്കൂട്ടം 1-2 ദിവസം വരെയൊക്കെ കുഴിയിൽ വീണ കുട്ടിയുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും. എന്നാൽ കുഴിയിൽ വീണ കുട്ടിയെ രക്ഷിക്കുവാൻ വനം വകുപ്പിൻ്റെ സംഘം എത്തുമ്പോൾ മറ്റെല്ലാവരും പിൻവാങ്ങുമെങ്കിലും അവസാന നിമിഷം വരെ പെറ്റ തള്ള മാത്രം ആർത്തനാദവുമായി അവരോടൊന്ന് പോരടിച്ചു നോക്കും. ഒടുവിൽ പിടിച്ചു നിൽക്കാൻ യാതൊരു മാർഗവുമില്ലെന്ന് വരുമ്പോൾ മാത്രമാവും പെറ്റ വയറിൻ്റെ നോവും നീറ്റലും അത്രയും മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് മനുഷ്യവർഗത്തെ ഒന്നായി ശപിച്ചുകൊണ്ട് ആ പാവം അമ്മ മനസ്സ് കാടിൻ്റെ ഇരുളിലേക്ക് പിൻവാങ്ങുന്നത്. അതെ, അങ്ങനെ ഏതാണ്ടൊരു 10-25 വർഷം മുമ്പ് ഒരഭിശപ്ത നിമിഷത്തിൽ ഏതോ ഒരു പഴങ്കുഴിയിലേക്ക് വീണുപോയ ഒരാനക്കുട്ടി. അവനാണ് ഇന്നത്തെ ശിവരാജു. കോന്നി റേഞ്ചിൽപ്പെടുന്ന അട്ടത്തോടിനടുത്തുള്ള ഒരു പഴങ്കുഴിയിലായിരുന്നു അവൻ വീണുപോയത്. അന്ന് പ്രായം കഷ്ടിച്ചൊരു 5 വയസ്സ്. കുഞ്ഞിക്കൊമ്പ് ശരിക്കും പുറമേക്ക് വന്നു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ഇവൻ കുട്ടിക്കൊമ്പനാണോ അതോ മോഴക്കുട്ടിയാണോ എന്ന് അന്ന് തീർത്തു പറയാനും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ കൊമ്പനായാലെന്ത് മോഴയായാലെന്ത്, കോന്നി ആനക്കൂടെന്ന നഴ്സറി ക്ലാസ്സിലേക്ക് വലിയ വായിൽ കരഞ്ഞുകൊണ്ട് അന്ന് വന്നു കയറിയ ആ കുഞ്ഞൂട്ടനെ കാണാൻ ജനപ്രവാഹം തന്നെയായിരുന്നു. പുസ്തകസഞ്ചിയും വാട്ടർ ബോട്ടിലുമൊക്കെ പിടിച്ച് ക്ലാസ് മുറി വരെ അവനെ എടുത്തുകൊണ്ടുവരാനും കരയാതെ ക്ലാസ്സിലിരുന്നാൽ തിരിച്ചു പോകുമ്പോൾ ഒരു 5 സ്റ്റാർ ഓഫർ ചെയ്യാനുമൊക്കെ പാവം ഒരാനക്കുട്ടിക്ക് ആരെ പ്രതീക്ഷിക്കാൻ? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന തത്വശാസ്ത്രമൊക്കെ മനുഷ്യർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ മാത്രമേ ഉള്ളൂവെന്ന് വൈകാതെ തന്നെ ഇവനും മനസ്സിലായി കാണും. അതുകൊണ്ട് മനുഷ്യർക്കിടയിൽ നിന്ന് പിഴയ്ക്കാൻ ഏറ്റവും നല്ലത് കരയുന്ന കുഞ്ഞെന്ന ഗാന്ധിയൻ റോളിനേക്കാളേറെ അല്പം കൗശലവും അതിനേക്കാളേറെ ആണത്വവും നിറഞ്ഞ ഒരു മുന്നാഭായി സ്റ്റൈലാണെന്ന് അവൻ അപ്പോഴേ ഉറപ്പിച്ചു കാണണം.
കോന്നിയിൽ ആ സമയത്ത് പോകുന്നത് എന്തായിരുന്നു? ഈ ആന വീണിട്ടൊന്നും വീണറിഞ്ഞ് അങ്ങനെ നിങ്ങൾ വനംവകുപ്പിലുള്ളവർ ഒരു പുതിയ ആനക്കുട്ടി വീഴുമ്പോൾ ഒന്ന് കാണാൻ. അന്ന് ഞാൻ കൺസർവേറ്റർ ഓഫീസിലായിരുന്നു. അപ്പോൾ കൺസർവേറ്റർ ഒരു ആനപ്രേമിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലി മൊത്തം അങ്ങനെയാണ്. അപ്പോൾ അതിന് കാണാനായിട്ട് കുടുംബമായിട്ട് അളിയന്മാരൊക്കെ ആയിട്ടാണ് പോയത്. അന്ന് എൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? അന്ന് പിന്നെ ഒന്നും ട്രെയിൻഡ് ആയിട്ടില്ല, പരിശീലനമൊന്നും ആയിട്ടില്ല, പിന്നെ ഭക്ഷണമൊന്നും മേടിച്ച് കഴിക്കാറായിട്ടില്ല. പിന്നെ മുറിവൊക്കെ ഉണ്ട്, അതിനകത്ത് ഡ്രസ്സ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. കുഴിയിൽ വീണ കുഴിക്കകത്ത്. അപ്പോൾ അതിന് പേര് വിട്ടിട്ടില്ല. അപ്പം അന്ന് കൺസർവേറ്റർ അവിടെ ചെന്നിട്ടാണ് ഇതിന് പേരിടുന്നത്. സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സാറിൻ്റെ ഒരു അളിയൻ്റെ പുള്ളി വലിയ ആന പ്രേമിയൊക്കെയാണ്. നമ്മുടെ പേര് രാജു എന്നാണ് അന്ന് പേരിട്ടത്. അദ്ദേഹത്തിൻ്റെ പേരാണ്.